ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നതാണല്ലോ. അതുപോലെയാണ് കേട്ടോ നമുക്ക് വൈകുന്നേരത്ത് വെറുതെ ഇരുന്നപ്പോൾ ഒരു പണി കിട്ടിയതാണ്. കൂർക്കയും പോർക്കും കൊണ്ട് ചേട്ടൻ വരുന്നു. അപ്പം എന്നാൽ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കൂർക്ക നോക്കുമ്പോൾ നേരാക്കാൻ വേണ്ടിയിട്ട് പല വിദ്യകളുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയിൽ നിന്നാണ് കേട്ടോ ഇത് പഠിച്ചിട്ടുള്ളത്. അമ്മ പണ്ട് തുണിച്ചാക്കിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുക. പക്ഷേ ഇന്ന് നമുക്ക് തുണിച്ചാക്കൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു കട്ടിയുള്ള തോർത്തെടുത്തിട്ട് അതിൽ കൂർക്കിയിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് തല്ലി എടുക്കുന്നുണ്ട് കേട്ടോ കല്ലിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂർക്കയുടെ തൊലിയൊക്കെ പോയി കിട്ടും. എന്നിട്ട് അത് കുറേ പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. പോർക്കിൽ നല്ല നെയ്യുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ നെയ്യ് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ അത് നെയ്യ് അങ്ങ് ഉരുകി വന്നോളൂ. ഇനി ഉരുക്കിയെടുത്ത പോർക്കും ഉരുക്കി എടുക്കാത്ത പോർക്കും എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കൂർക്കിയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾ ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ. കുരുമുളകും പെരുംജീരകവും കൂടി പൊടിച്ചെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നവരെ അങ്ങ് വേവിച്ചെടുക്കുക. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ചൂടായി വരുമ്പോണ്ടല്ലോ നമ്മൾ ഉരുക്കി മാറ്റി വെച്ച നെയ്യ് ഉണ്ടല്ലോ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബാക്കി വെച്ച മസാലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് കൂർക്കയും പോർക്കും കൂടി വേവിച്ചെടുക്കാം.